ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ചിക്കൻ മസാല പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ബോൺലെസ് ആയിട്ട് നന്നായിട്ടൊരു ചിക്കൻ മസാല പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. ഇത് കറിയൊന്നും വേറെ വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 പീസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം നമ്മളിത് കുരുമുളകൊക്കെ ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. അതിനാവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടി ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. കുരുമുളക് പൊടിയും ഉപ്പും കൂടി എല്ലായിടത്തും ഒന്ന് വരുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കൊന്ന് സ്റ്റീം ചെയ്താൽ മതി. അതായത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ നമ്മളൊന്ന് ഇത് വേവിച്ചെടുക്കണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സവോള അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഞാനൊരു 3-4 എണ്ണം എടുക്കാം. നമുക്കത് സൈസ് അനുസരിച്ച്, ഒനിയൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് 3-4 ഓനിയൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ പച്ചമുളക് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒനിയൻ നന്നായിട്ടൊന്ന് വാടി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഒനിയനൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്നിടം വരെ നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ ആണ്. ഞാനിവിടെ 2 എണ്ണം കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നിടം വരെ നമുക്കൊന്നത് ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യത്തിന് കറി ലീവ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. ഇനി നമ്മൾ ആദ്യം കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ. ഗരം മസാല ഒരു 1/4 ടേബിൾ സ്പൂൺ. പിന്നെ കുരുമുളക് പൊടി അതൊരു 1/2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നിങ്ങൾ തീ കുറച്ച് വെച്ച് ഇളക്കണം, അല്ലെങ്കിൽ പൊടിയെല്ലാം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം മസാല എല്ലാം കൂടെ മൂത്ത് വരുന്നതിന് നല്ലൊരു സ്മെല്ല് നമുക്ക് വരും. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിതിപ്പോൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല. നമുക്കൊരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ, അത് ബോൺലെസ് ആയിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് എടുത്തതാണ്. ഒട്ടും ബോണൊന്നും ഇല്ലാതെ ഇതുപോലെ നമ്മൾ എടുക്കുക. ചിക്കൻ നന്നായിട്ട് വെന്ത ചിക്കനുമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് അധികം വേവേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മസാലയുമായിട്ട് ഈ ചിക്കൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്. അതൊന്നും നമുക്ക് മാറണം. അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇത്തിരി നേരം ഒന്ന് നമുക്ക് തീയിൽ തന്നെ വയ്ക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടിക്കായിട്ട് ഞാൻ 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി പുട്ടുപൊടിയും ഉപ്പും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഉപയോഗിച്ച് നനച്ചെടുക്കണം. കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈ ഉപയോഗിച്ച് നമുക്ക് ഒട്ടും തരിയില്ലാതെ നമുക്കിതൊന്ന് നനച്ചെടുക്കണം പുട്ട്. ഞാൻ പുട്ടുണ്ടാക്കുന്ന റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പുട്ട് പ്രിപ്പയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന കാരണം അതുപോലെയല്ല ചെയ്യുന്നത്, ഈസി വേയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പുട്ട് നനച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആയോന്ന്. ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ പുട്ട് നന്നായിട്ട് നനഞ്ഞു എന്നാണ്. ആവശ്യത്തിന് വെള്ളം അതിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി ആവുന്നിടം വരെ നമുക്ക് പുട്ട് നനച്ചു കൊടുത്താൽ മതി. ഇനി അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കണം. ആദ്യം ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുകയാണ്. ഏറ്റവും അടിയിലായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഓരോരോ ലെയറായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് ആവശ്യത്തിന് പുട്ടുപൊടി നനച്ചത് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഇനി നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം. അത് നമുക്ക് അടുത്ത ലെയറായിട്ട് ആവശ്യത്തിന് ചിക്കൻ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അടുത്ത ലെയറും എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് പുട്ടുപൊടിയും അതുപോലെ ചിക്കൻ മസാലയും നന്നായിട്ട് പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുക്കണം. ഏറ്റവും താഴെയും അതുപോലെ ഏറ്റവും ടോപ്പിലും മാത്രം നമ്മൾ കോക്കനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബോൺലെസ് ആയിട്ടാണ് മസാല എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ എല്ലാ ലെയറും ആയിട്ടുണ്ട്. നമുക്കിതിന് മുകളിലേക്ക് ഇനി കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ലെയറും സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി ഞാനിവിടെ പുട്ടുകുടത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പുട്ടുകുറ്റി അതിന് മുകളിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കണം പുട്ട്. ഇതൊരു 6-7 മിനിറ്റ് മാക്സിമം മതിയാവും. ഇതിൻ്റെ മുകളിലത്തെ ആ ഹോളിൽ കൂടെ നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടാവും. അതിന് പുറകിൽ കൂടെ നമ്മൾ ഇതുപോലെ ഒരു തവിയുടെയോ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളൊന്ന് പതുക്കെ മുന്നിലേക്ക് തള്ളിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. ലെയറായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പുട്ടിൻ്റെയും അതുപോലെ തന്നെ ചിക്കൻ്റെയും ലെയേഴ്സ് നമുക്ക് വിസിബിളായിട്ട് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ഞാനിപ്പോൾ രണ്ടാമത്തെ പുട്ടും കൂടി അതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. അതുപോലെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടമാവും. അതുകൊണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്.